എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഹെവി ആയിട്ട് ബിരിയാണി കഴിച്ചതിൻ്റെ ക്ഷീണമുണ്ട് നമ്മുടെ ശ്രുതിക്ക്. അതുകൊണ്ട് വന്ന് ഉച്ചയ്ക്ക് ഒന്ന് മയങ്ങിയേക്കാം എന്നോർത്ത് വന്ന് കിടന്നതാണ്. അന്നേരം ചന്ദ്ര റൂമിലേക്ക് വരും. എന്നിട്ട് ശ്രുതി നീ എന്തെടുക്കുവാണ് എന്ന് ചോദിക്കുമ്പം ഞാനൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് ഓർത്തായിരുന്നു ആൻറ്റി എന്ന് പറയും. അന്നേരം ചന്ദ്ര ആകെ കലിപ്പിലാണ് ശ്രുതിയുടെ അച്ഛൻ വരാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, സത്യം പറ, നിനക്ക് മലേഷ്യയിൽ അങ്ങനെ ഒരു അച്ഛനുണ്ടോ, അതോ നീ എന്നെ പറ്റിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതാണോ എന്ന് ചോദിക്കുമ്പം ആകെ ഞെട്ടി നിൽക്കുവാണ് ശ്രുതി. അന്നേരം ചന്ദ്ര പറയുന്നുണ്ട്, ഇത്രയും കാലം നീ പറഞ്ഞതെല്ലാം കേട്ട് ഒരു പാവയെപ്പോലെ ഞാൻ തലയാട്ടി നിന്നു, ഇനി അതുണ്ടാവില്ല നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ചെറുതായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ചന്ദ്ര റൂമിൽ നിന്ന് പോകുന്നത്. ആകെ ടെൻഷനിലാകുന്നുണ്ട് ശ്രുതി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയും രേവതിയാണ്. രേവതി കണ്ടുപിടിച്ചു സച്ചി ഇത് റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ബിരിയാണിയാണ് എന്ന്. അത് ചോദിക്കും, ഈശ്വര ഇവളിതെല്ലാം പുറത്താക്കുമെന്നാണ് തോന്നുന്നേ എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് സച്ചി. എന്നിട്ട് രേവതിയുടെ ഈ ഒരു വിഷയം അങ്ങ് മാറ്റാൻ വേണ്ടി രേവതിയോട് നീ ഭയങ്കര ബുദ്ധിശാലിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യെ പിടിച്ചിങ്ങനെ വട്ടം കറക്കുവാണ്. 2 പ്രാവശ്യം വട്ടം കറക്കി കഴിയുമ്പോഴേക്കും എൻ്റെ കയ്യിൽ നിന്ന് വിട്ട് സച്ചേട്ടാന്ന് പറഞ്ഞാൽ വിടിയിപ്പിക്കും രേവതി. പിന്നെ രേവതിയോട് സത്യമല്ല സമ്മതിക്കേണ്ടി വരുന്നുണ്ട് സച്ചിക്ക്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചനായിട്ട് ബീരാൻ വീണ്ടും വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. വണ്ടി വന്ന് ഇറങ്ങുന്നതൊക്കെ ഭയങ്കര സ്റ്റൈലിലാട്ടോ. എന്നിട്ട് വീട്ടിലോട്ട് കയറി വരുവാണ്. വാതിൽ തുറക്കുന്നത് ഇളയച്ചനെ കാണുന്ന ചന്ദ്രമതിയുടെ മുഖം നല്ല സൂര്യനെ പോലെ തിളങ്ങുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.